ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഈ ആഴ്ചയുടെ അവസാനവും ഈ മാസത്തിന്റെ തുടക്കവും. ഒന്നും പിടുത്തം കിട്ടി കാണില്ല അല്ലേ? പറയാം. ഇന്ന് ശനിയാഴ്ചയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയുടെ അവസാനം. പിന്നെ ഈ മാസത്തിന്റെ തുടക്കം എന്ന് പറയാൻ കാരണം ഇന്നലെ ലീവ് ആയതുകൊണ്ടാണ്. നടക്കാവുന്നതാണ് ഇന്നത്തെ വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് ഒരു മോരും വെള്ളത്തിലാണ് ഇന്നത്തെയും തുടക്കം. A4 അനന്തൂണിനോടൊപ്പമാണ് ഇന്ന് വർക്ക് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. കോഴിക്കോട് വർക്കെല്ലാം പൂർത്തിയായപ്പോൾ ഞങ്ങൾ നേരെ രാമനാട്ടേക്ക് വെച്ച് പിടിച്ചു. അവരാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്റെ കൂടെ വർക്കിന് ഉച്ച വരെ കാണുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ പണിയല്ലേ, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. രാമനാട്ടിലെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഴിക്കോട് എത്തുന്നത് 2 മണിക്ക് ശേഷമാണ്. അവനാണെങ്കിൽ 3 മണിക്ക് കളിയുമുണ്ട്. ഉച്ചഭക്ഷണത്തിന് ഒരു ചാൻസും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നും ഒരു കോക്ടെയിൽ അടിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ സിൽക്ക് സ്ട്രീറ്റിലുള്ള കണ്ണൂർ കോക്ടെയിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ A4 ഓഫീസിലേക്ക് തിരിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് അകമ്പടി എന്നോണം കുറെ കാക്കകൾ വന്നു. അവൻ പോയി കഴിഞ്ഞപ്പോഴും എനിക്ക് വീണ്ടും കോഴിക്കോട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ വർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയത് അനുപമ സ്റ്റോറിലേക്കാണ്. അവിടെ ഈ അടുത്ത് വൈറലായ ഒരു ഡ്രൈ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ട്. അത് കുടിക്കാനാണ് എന്റെ ഈ പോക്ക്. നല്ല തിക്ക് ഷേക്ക് പോലുള്ള ഐറ്റം. അത് കുടിക്കുന്ന വീഡിയോ എടുത്തപ്പോഴാണ് എന്റെ താടി മുടി ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്നാ പിന്നെ ഒന്ന് വിരൂപനായിക്കാം എന്ന് കരുതിയിട്ട് നേരെ പോയത് നമ്മുടെ സ്വന്തം സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് പോരല്ലേ എന്നാണ്. അത് പിന്നെ കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്നുള്ള ആലോചിച്ചുകൊണ്ട് ഞാൻ ബ്രോബറിന്ന് പുറത്തേക്ക് ഇറങ്ങി. 1-2 കസ്റ്റമറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയത് യൂണിക്കോണിന്റെ ഓഫീസിലേക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു സന്തോഷം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അവനെ കൈമ കിട്ടുന്നത്. ആ സന്തോഷം ഒരു ചായയോട് കൂടി ആസ്വദിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. മറ്റൊരു ഹോട്ടലും തുറക്കാത്ത കാരണം ഞങ്ങൾ അൻഹാർ ഹോട്ടലിലാണ് ചായ കുടിക്കാൻ കയറിയത്. ഈ പഴയ സുഹൃത്തുക്കളെന്ന് വീണ് കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു കാര്യമാണ്. ആ സന്തോഷം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആ സംസാരം ഒരുപാട് സമയം നീണ്ടതുകൊണ്ട് എപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയെന്ന് ഞങ്ങൾക്കൊരു ഓർമ്മയില്ല. വീട്ടിലെത്തിയിട്ട് ഇനിയും എനിക്ക് ഒരുപാട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ ആ വർക്കുകൾക്കൊക്കെ ശേഷം നാളെ കാണാം.